ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഓഗസ്റ്റ് 15 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 14 അന്ന് ഈ ഒരു വിഭജന ഭീകര ദിനമായി ആചരിക്കണം. സംസ്ഥാന ഗവർണറായ വിശ്വനാഥ് ആർലേക്കർ യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയ നിർദ്ദേശമാണ്. ചില VC-മാർ അത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടു പിന്നാലെ സർക്കാർ അല്ലെങ്കിൽ VC ഒക്കെ തന്നെ അറിയുന്നു ഇത് നിർബന്ധപൂർവ്വം നടപ്പാക്കേണ്ടതല്ല. ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സത്യം പറഞ്ഞാൽ അനാവശ്യമായൊരു വിവാദം എന്നാണ് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത് എനിക്ക്. അത് ഇപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്ത് നിന്ന് പോയി പകരം RV ആർലേക്കർ വന്നപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ സമീപനം. തെരുവിൽ തല്ലുപിടിക്കുന്ന ഒരു കുട്ടികളുടെ മനസ്സല്ല അദ്ദേഹം കുറച്ചുകൂടി ആരോഗ്യകരമായ സംവാദത്തിലേക്കൊക്കെ ഈ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ വഴക്കുണ്ട്. ആശയപരമാണ് തൽക്കാലപ്പുറത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകളാവില്ലല്ലോ കേരളത്തിൽ ഇടതുപക്ഷം നടപ്പാക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ ക്ലാഷ് ഉണ്ടാവും, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് ആരോഗ്യകരമായ സംവാദത്തിൻ്റെ രീതിയിലേക്കാണ് ഗവർണർ ആദ്യം തുടങ്ങിയത്. ഓർമ്മയില്ല, നമ്മുടെ ഈ പരിസ്ഥിതി ദിനം നടത്തിയപ്പോൾ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നു, അത് വേണോ വേണ്ടേ, അത് ആശയപരമായ തലത്തിലേക്കാണ് പോയത്. പക്ഷെ പിന്നെ വന്ന് ഇപ്പോൾ ഗവൺമെൻറ്റിനോട് പണ്ട് ഇദ്ദേഹം ആരിഫ് ഖാൻ കാണിച്ചിരുന്നത് പോലെ തന്നെയുള്ളൊരു ദുർവാശി കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് അനാവശ്യമാണ് തീർത്തു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും ഇത് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ ഇത് വളരെ പ്രകടമായൊരു ക്ലാഷിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ എൻ്റെ ഒരു നിരീക്ഷണം, ഇത് അനുചിതമാണ്. ഔചിത്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. കാരണം നാളെ സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനം ഇന്ത്യയിലെ ഈ സകലമാന മനുഷ്യർക്കും, കൊച്ചു കുട്ടികൾ തൊട്ട് എല്ലാ മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ ഒരു വേളയാണ്. അത് മധുരത്തിൻ്റെ ഒരു വേളയാണ്. അതിൻ്റെ തലേന്ന് രാത്രി ആലോചിച്ച് നോക്കൂ, 15-ാം തീയതി ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ വലിയ പടക്കങ്ങൾ മുഴങ്ങുമ്പോൾ, പതാക പൊങ്ങുന്നു, ഝണ്ട ഊഞ്ചാര ഹേ ഹമാര എന്നുള്ള പാട്ട് മുഴങ്ങുന്നു, സാരേ ജഹാം സെ അച്ഛാ പാടുന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു തലേന്ന് കുറച്ച് കയ്പുനീര് കൊടുക്കേണ്ട കാര്യം എന്താണ്? പ്രശ്നം വളരെ ശരിയാണ്. ഈ പാർട്ടീഷൻ എന്ന് പറയുന്നൊരു ഹൊറർ തന്നെയാണ്. ഇന്ത്യ വിഭജനത്തിൽ സത്യത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൂടെ ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് വിഭജനം. ഇന്ത്യക്കാരൊട്ടും ആഗ്രഹിച്ചതുമല്ല. എന്നിട്ടും അത് യാഥാർത്ഥ്യമായി. അങ്ങനെ യാഥാർത്ഥ്യമായി എന്ന വസ്തുതയോട് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ ആലോചിക്കേണ്ടത് ഗവർണർക്ക് അറിയാത്തതല്ല, ഒരു ഇന്ത്യക്കാരനും അറിയാത്തതല്ല, ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. പാർട്ടീഷൻ ഒരു യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? പ്രഥമ ദൃഷ്ട്യ ഒറ്റക്കണക്കിന് നമുക്ക് മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗാണ് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളിൽ മാത്രം ആ ഉത്തരവാദിത്വം, അതിൻ്റെ മുഴുവൻ ഭാരവും കെട്ടിവെക്കാൻ പറ്റുമോ? പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് മുസ്ലിം ലീഗാണ്. പക്ഷെ അത് കൊടുത്തതോ? ആരൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ട് ആ പാപത്തിൽ? ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്, മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്, ഈ എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ കൗതുകത്തോടെ ഞാൻ കണ്ടൊരു കാര്യം, ഇന്ത്യ വിഭജനത്തിൽ പങ്കുവഹിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലില്ല. ആലോചിച്ച് നോക്കൂ. ഉദാഹരണം, 40-ലാണല്ലോ ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിലാണ് പാകിസ്ഥാൻ പ്രമേയം വന്നത്. 1940 അതിൻ്റെ 3 കൊല്ലം മുമ്പ് ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് വീര സവർക്കറാണ്. സവർക്കറുടെ അധ്യക്ഷതയിൽ അഹമ്മദാബാദിൽ സവർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഹിന്ദു മഹാസഭയുടെ സമ്മേളനം ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. 2 നേഷൻ തിയറി. ഹിന്ദുവും ഇന്ത്യയിലെ ഹിന്ദു രാഷ്ട്രം വേണമെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വാദം. ഹിന്ദു രാഷ്ട്രം വരണമെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് വേറെ രാഷ്ട്രം കൊടുക്കണമെന്ന വാദം 37-ൽ ഹിന്ദു മഹാസഭ ഉന്നയിച്ചിട്ടുണ്ട്. 40-ൽ മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നു. പോട്ടെ, അപ്പോൾ മുസ്ലിം ലീഗ് ഉന്നയിച്ചു. കോൺഗ്രസ് തുടക്കത്തിൽ എതിർത്തു, ശക്തമായിട്ട് എതിർത്തു. മഹാത്മാഗാന്ധി അവസാനം വരെ എതിർത്തു. പക്ഷെ അവസാനം മഹാത്മാഗാന്ധി കൂടി ഒപ്പുവെച്ചപ്പോഴാണല്ലോ വിഭജനം വരുന്നത്. അതെ, മൗണ്ട് ബാറ്റൻ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ ഒരു ഫോർമുലയാണ്, ഡിവൈഡ് ആൻഡ് റൂൾ. ആ ഫോർമുല വന്നപ്പോൾ ആ ഫോർമുലയെ ആദ്യമൊക്കെ കോൺഗ്രസ് ശക്തമായി എതിർത്തു. പിന്നെ അതിൽ വെള്ളം ചേർത്തു, പതുക്കെ വീര്യം കുറഞ്ഞു. നമ്മുടെ രാജഗോപാലാചാരി വളരെ ശക്തമായി അതിനെ പിന്തുണച്ചു, പാകിസ്ഥാനെ പിന്തുണച്ചു, ആദ്യം പിന്തുണച്ചു. നെഹ്റുവും പട്ടേലും ഒക്കെ അന്ന് എതിർത്തെങ്കിലും പിന്നീട് ഒരു ചെറിയ ബോധം വന്നു. എന്താണെന്ന് വെച്ചാൽ ജിന്നയെ ഒരു പ്രധാനമന്ത്രിയാക്കി മാറ്റി നിർത്താനും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവണമെങ്കിൽ ഒരു രാജ്യം വേണം. അപ്പോൾ ഇപ്പുറത്ത് പ്രധാനമന്ത്രി മോഹം പലർക്കും വന്നു. ആ താല്പര്യങ്ങളൊക്കെ വന്നല്ലോ. മഹാത്മാഗാന്ധി കൂടി ഒപ്പുവെച്ചപ്പോഴാണല്ലോ വിഭജന പ്രമേയം പാസ്സാകുന്നത്. അതെ, പണ്ഡിറ്റ് KC വല്ലഭ പന്തിൻ്റെ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പാർട്ടിയും കൂടി ചേർന്നതാണ്. ഇനി പോട്ടെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിഭജനത്തെ പിന്തുണച്ചിട്ടുണ്ട്.
അത് ഈ ആംഗിളിലല്ല, മതമല്ല അവരുടെ ആംഗിള്, കൾച്ചറാണ്. എന്താ വെച്ചാൽ അധികാരി, ഗോപാൽ അധികാരി എന്നൊരു കേന്ദ്ര കമ്മിറ്റി അംഗം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അദ്ദേഹത്തിൻ്റെ തിസീസ് വന്നു ഇതേ സമയത്ത്. അതെന്താണ്? ഈ സാംസ്കാരിക ഉപദേശീയതകളുടെ സ്വയം നിർണയം അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രദേശം സാംസ്കാരികമായാണ് വേറിട്ട് നിൽക്കുന്നത്, മതമെന്ന് പറഞ്ഞില്ല, സംസ്കാരമാണെന്നേ പറഞ്ഞുള്ളൂ. സംസ്കാരത്തിൻ്റെ പേരിൽ വേറിട്ട് പോകണമെന്ന് ഒരു പ്രദേശം ആവശ്യപ്പെട്ടാൽ അതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്ന സംസ്കാരത്തിൻ്റെ. മാത്രമല്ല, എൻ്റെ മലപ്പുറത്ത് എൻ്റെ വല്യപ്പ പറഞ്ഞൊരു കഥയുണ്ട്. കഥയല്ല, സംഭവമാണ്, എല്ലാവർക്കും അറിയാം. ലിയാഖത്ത് അലി ഖാൻ, പിന്നീട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായ ലിയാഖത്ത് അലി ഖാൻ 1946 പാകിസ്ഥാൻ പ്രമേയത്തിന് അനുകൂലമായി ജനാഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടി ഒരു ആൾ ഇന്ത്യ പര്യടനം നടത്തി. ആ കൂട്ടത്തിൽ അദ്ദേഹം ഞങ്ങളുടെ മഞ്ചേരിയിൽ വന്നു. മഞ്ചേരിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ 5 or 6 പേരെ ഉണ്ടായുള്ളൂ. അത് മുസ്ലിം ലീഗ് അല്ല, കോൺഗ്രസും അല്ല, തീർച്ചയായിട്ടും ആരാന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കെ ഇമ്പിച്ചുവാവയുടെ നേതൃത്വത്തിൽ ലിയാഖത്ത് അലി ഖാൻ സിന്ദാബാദ്, പാകിസ്ഥാൻ സിന്ദാബാദ്, അവരും വിളിച്ചിട്ടുണ്ട്. അന്ന് ലീഗിനൊന്നും കോൺഗ്രസിന് താല്പര്യം പോലും ഇല്ല. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത്, അന്ന് മലബാറിൽ അത്രയേറെ ഈ ആൾ ഇന്ത്യ തലത്തിൽ ഉണ്ടായിരുന്നെങ്കിലും മലബാറിൽ പാകിസ്ഥാൻ വാദികൾ ഉണ്ടെങ്കിലും ഇത്ര പ്രകടമായി സ്വാഗതം ചെയ്യാൻ അവരുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് ഞാൻ ഒറ്റ പോയിന്റ് പറയാനാണ് ഞാൻ പറഞ്ഞത്. വിഭജനത്തിൻ്റെ പാപത്തിൽ പങ്കുപറ്റാത്ത ഒരു പാർട്ടിയും ഇന്ത്യയിലില്ല എന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ പങ്കുവഹിച്ചിട്ടില്ല എന്ന് പറയാവുന്നത് നമ്മുടെ സോഷ്യലിസ്റ്റുകൾ മാത്രമായിരിക്കും. ബാക്കി എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്. ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ നമ്മൾ ഈ വിഭജനത്തിൻ്റെ ഹൊറർ എന്ന് പറയുന്നത് സ്വന്തം നെഞ്ചത്തേക്ക് കൂടി ചൂണ്ടിയല്ലേ എല്ലാവരും. ആര് പറയുമ്പോഴും, ഞാൻ പറയുമ്പോഴും, നീ പറയുമ്പോഴും, നമ്മുടെ അച്ഛന്മാരൊക്കെ പറയുമ്പോഴും, എല്ലാവരും പറയുമ്പോഴും ഈ പാപത്തിൽ പങ്കുപറ്റിയവരാ. പിന്നെ എന്തിനാണ് ആ അനിഷ്ടകരമായൊരു ഓർമ്മ? ഒന്നാലോചിച്ച് നോക്കൂ. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അനുശോചന യോഗം നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ അനൗചിത്യമാണ് ഒന്ന്. ഇനി പിന്നെ എനിക്ക് തോന്നിയതൊരു കാര്യം, ഇനിയിപ്പോൾ നമുക്ക് വിഭജനം തീർച്ചയായും വളരെ ഒരു വല്ലാത്ത ഭീകരമായ ഓർമ്മയാണ്. അതുണ്ടാക്കിയ കൂട്ടക്കൊലകൾ, ചോരച്ചാലുകൾ, പലായനങ്ങൾ, കൊള്ളകൾ, കൊള്ളിവെപ്പുകൾ, അതിനൊന്നും പരിഹാരമില്ല. അതൊരിക്കലും നമുക്ക് മറക്കാനും പറ്റില്ല. ഇനി അത് ഓർത്തേ തീരൂ എന്നാണെങ്കിൽ, ഒരു രാജ്യത്തിന്, ഇന്ത്യ എന്ന രാജ്യത്തിന് അത് ഓർത്തേ തീരൂ എന്നാണെങ്കിൽ അതിന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ദിവസം തന്നെ വേണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ നാളെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നാളെ കല്യാണമാണെങ്കിൽ ഇന്നാണ് കല്യാണ രാവ്. അതാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസം. എൻ്റെ വീട്ടിലെ കല്യാണത്തിന് പകല് വന്നതിനേക്കാൾ ആളുകൾ തലേന്ന് രാത്രിയാണ് വരിക. അപ്പോൾ ആ ദിവസം കൊണ്ടുപോയി വെക്കണോ നമ്മൾ? ഇനി അതൊന്ന് എന്താ വെക്കാൻ കാരണം? അന്ന് പാകിസ്ഥാൻ്റെ ജന്മദിനാണ്. അതാണ് കാരണം. ഓർമ്മയുണ്ടല്ലോ, August 14 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്, 15 നമ്മുടേതുമാണ്. അങ്ങനെ പറയുമ്പോൾ ആരായതിന് ഉത്തരവാദി? ഇതൊരൊറ്റ ദിവസം നടത്താൻ തീരുമാനിച്ചാണ് August 15. എന്തുകൊണ്ട് August 14 നമുക്കും വെക്കാൻ തീരുമാനിച്ചത്? എന്താ കാരണം എന്നറിയോ? അത് നമ്മുടെ ജ്യോതിഷികളാണ് മാറ്റിയത്. നല്ല ദിവസമല്ല August 14 എന്നുള്ളതുകൊണ്ട് August 15 അങ്ങനെ ഉണ്ടല്ലോ. പാകിസ്ഥാൻ 14 സ്വാതന്ത്ര്യം നേടി, നമ്മൾ പിന്നെ ഒരു ദിവസം കാത്തു നിൽക്കണമെന്നുള്ള വിവാദം വന്നു. അപ്പോൾ വേണ്ട, എന്നാൽ 14 രാത്രി, അർദ്ധരാത്രി, അങ്ങനെയാണ് ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർക്കും തോറും എങ്ങനെ വന്നാലും നമ്മൾ August 14, ഇനിയൊക്കെ August 14 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. അന്ന് നമ്മൾ ഒരു എന്താണ് പറയുക, പാർട്ടീഷൻ ഹൊറർ ഡേ, വിഭജന ഭീകരവിരുദ്ധ. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു രാജ്യം, ഈ ആരാണ് പാകിസ്ഥാൻ? പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും ഗതികെട്ട രാജ്യമാണ്. ഇങ്ങനൊരു രാജ്യമുണ്ടായതിൽ ഭൂമിയിൽ ഏറ്റവും വേദനിക്കുന്ന ഒരു ജനതയുണ്ടെങ്കിൽ അത് പാകിസ്ഥാനികളാണ്. എന്തുകൊണ്ടാണെന്നറിയാം? അവർ മതത്തിൻ്റെ പേരിൽ രാജ്യം ചോദിച്ചു വാങ്ങി. ഇപ്പം മതവും ഇല്ല, രാജ്യവും ഇല്ല. ഇപ്പം എന്താ അവിടെ നടക്കുന്നത്? അവിടെ ബലൂജി ഉണ്ട്, അവിടെ സിന്ധി ഉണ്ട്, അവിടെ പഞ്ചാബി ഉണ്ട്, അവിടെ പഷ്തൂണി ഉണ്ട്, അല്ലേ? അവിടെ ബംഗ്ലാദേശി ഉണ്ട്, അവിടെ പാകിസ്ഥാനി ഇല്ല, രാജ്യമേ ഇല്ല അവർക്ക്. അതുകൊണ്ട് ലോകത്തിൽ ഇങ്ങനെ ഒരു രാജ്യം വേണ്ടിയിരുന്നില്ല ദൈവമേ എന്ന് ആകാശം നോക്കി നിലവിളിക്കുന്ന ഒരു ജനതയാണ്. എന്ന് പറഞ്ഞാൽ അവർ ചത്തതിനൊത്ത് ജീവിക്കുന്നവരാണ്. ആ ശവത്തിൽ പോയി നമ്മൾ കൂടി ഒരു കുത്തു കൊടുക്കണം. ഭാരതീയത എന്ന് പറഞ്ഞാൽ എന്താ? ദീനാനുകമ്പയാണല്ലോ എപ്പോഴും. കാരുണ്യമാണല്ലോ നമ്മുടെ ഒരു കൾച്ചർ. നമ്മൾ അങ്ങനെയാണല്ലോ. അണുബോംബ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഓർമ്മയുണ്ടോ? 98 നമ്മൾ അണുബോംബ് സമ്പന്നമായി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി വാജ്പേയി നേരെ പാകിസ്ഥാനിലേക്ക് പോവുക ചെയ്തത്. ഓർമ്മയില്ലേ? പാകിസ്ഥാനിൽ പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ അണുബോംബുണ്ട്, അത് നിങ്ങളെ മേൽ പൊട്ടിക്കാനല്ല, ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ സഹോദര ബുദ്ധിയാ മുന്നോട്ട് പോകണം. പക്ഷെ അവിടെ സമ്മതിച്ചു, പകൽ വെളിച്ചത്തിൽ കേട്ടു, പിന്നെ അറിയാലോ ആക്രമണം നടത്തി. അതാണ് കാർഗിൽ യുദ്ധം, അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവർ വാക്കൊന്നും പ്രവൃത്തിയൊന്നുമാണ്. ലോകത്തിൽ ഏറ്റവും കറപ്റ്റായ, ലോകത്തിൽ ഇത്രയേറെ അഴിമതി നിറഞ്ഞൊരു ഭരണകൂടമില്ല, ലോകത്തിൽ ഇത്രയേറെ അസ്ഥിരമായൊരു ഭരണകൂടമില്ല.
ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ 947 ആഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്നു മുതൽ പ്രഖ്യാപിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായി നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇല്ലേ? ഒരു ഗവൺമെന്റിനെയും അട്ടിമറിക്കാൻ ഒരു പട്ടാളത്തിനും ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇടപെട്ട ഒരു യുദ്ധത്തിനും തോറ്റിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ലോകത്തിന്റെ വിശ്വഗുരുക്കന്മാരിൽ ഒരാളാണ്, അല്ലേ? ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ്, ഏറ്റവും ശക്തമായ രാജ്യമാണ് നമ്മൾ, എല്ലാവർക്കും വേണ്ടപ്പെട്ട രാജ്യമാണ്. പക്ഷെ പാകിസ്ഥാനോ, ഈ പാവത്തിന് ഒരു പുഴുവിനെ, ഒരു കീടത്തെ പോലെ നമ്മുടെ കാൽ കീഴിൽ കിടന്ന് ഞെരിയുന്ന ഒരു രാജ്യത്തിനെ നമ്മുടെ സ്വാതന്ത്ര്യദിനം പോലുള്ള ഒരു മഹാദിനത്തിന്റെ തലേന്ന് പോയി ഒരു ചവിട്ട് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ട്? അനാവശ്യമാണ്. നമ്മൾ കൊച്ചാകുന്നതിന് തുല്യമാണ്. ഇന്ത്യ എന്ന സംസ്കാരം, ലോകോത്തരമായൊരു സംസ്കാരം, ലോകത്തിന്റെ മുമ്പിൽ ചെറുതായി കാണിക്കുന്നതിന് തുല്യമാണ് ഈ വിവാദം. വേണ്ടിയിരുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അത് നമ്മുടെ സംസ്കാരത്തിന് അഭിമാനകരമല്ല. ഇനി ഓർക്കാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. നമുക്കിപ്പോൾ വിഭജനം ഓർക്കണം, തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ്. അങ്ങനെ ഓർക്കണമെങ്കിൽ ഈ ദിവസം തന്നെ വേണോ? വേറെ ഏതൊക്കെ ദിവസമുണ്ട്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 40 പാകിസ്ഥാൻ പ്രമേയം വന്നത് മുസ്ലിം ലീഗിൻ്റെ. അതെന്നാ? മാർച്ച് 23 1940 മാർച്ച് 23. ഒരു മാർച്ച് 23 എല്ലാ കൊല്ലവും നമുക്ക് ഇതിനു വേണ്ടി നീക്കി വെക്കാം. എന്നാലും സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധിപ്പിക്കണ്ടല്ലോ, വേണ്ട. ഈ വിഭജനം പ്രഖ്യാപിക്കുന്ന ആരാ? മൗണ്ട് ബാറ്റനാണ്. എന്നാ പ്രഖ്യാപിക്കുന്നത്? ജൂൺ 4 ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അതറിയാം. ജൂൺ 4 എന്ന് പറഞ്ഞാൽ 46 ജൂൺ 4 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി പ്രഖ്യാപിക്കണം. അന്ന് വൈകുന്നേരം ഇത് അംഗീകരിച്ചുകൊണ്ട് വൈസ്രോയി മൗണ്ട് ബാറ്റന്റെ ഇന്ത്യ വിഭജന പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ട് 2 നേതാക്കന്മാർ ആൾ ഇന്ത്യ റേഡിയോയിൽ പ്രക്ഷേപണം നടത്തി. ഒന്ന് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു, മറ്റൊന്ന് മുഹമ്മദ് അലി ജിന്ന. രണ്ടാളും സമ്മതിച്ച ദിവസമാണത്. അതെന്നാ? ജൂൺ 4. ജൂൺ 4 നമുക്ക് നടത്തിക്കൂടെ? ഒരു ഹൊറർ ഡേ നടത്താലോ. പോട്ടെ. വിഭജനത്തിന് ശേഷം ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്നത് നവഖാലിയിലാണ്, ഓർമ്മയില്ലേ? ഇന്നത്തെ ബംഗ്ലാദേശിലാണ് നവഖാലി. മഹാത്മാഗാന്ധി എന്ന് ഒരു മാസത്തോളം 4 മാസത്തോളം കാവൽ നിന്ന നാടാണ് നവഖാലി. മഹാത്മാഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഇപ്പോൾ എന്നിട്ടും 15,000 പേര് മരിച്ചുവെന്നും, അല്ലെ? 10,000 പേര് മരിച്ചു, 15,000 പേർക്ക് പരിക്കേറ്റെന്നൊക്കെയാണ്. നവഖാലിയിലെ കൂട്ടക്കൊല, നവഖാലിയിലെ യുദ്ധം, നവഖാലിയിലെ വർഗീയ കലാപം തുടങ്ങുന്നത് ഒരു ഒക്ടോബർ 10 എൻ്റെ ഓർമ്മ. ഒക്ടോബർ 10 എന്ന് 46. എന്നാൽ ഒരു ഒക്ടോബർ 10 നടത്തിക്കോ. ഞാൻ പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പരമപവിത്രമായ, അതും അമൃതോത്സവം പോലെ നമ്മൾ കൊണ്ടാടുന്ന ഒരു കാലത്ത് അതിൻ്റെ തൊട്ട് തലേന്ന് ആ സന്തോഷത്തിന് മുഴുവനും കളങ്കം വരുത്തുന്ന ഒരു ഹൊറർ ഡേ ആഘോഷിക്കണോ? ഗവർണർ ആലോചിക്കട്ടെ, ഗവൺമെൻറ്റും ആലോചിക്കട്ടെ. തീർച്ചയായിട്ടും അത് വേണ്ടാത്തൊരു പണിയാണ് എന്ന് വേണം പറയാൻ. നമുക്ക് ഗവർണറോട് ആദരപൂർവ്വം വിയോജിക്കേണ്ടി വന്നൊരു സന്ദർഭമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.